INJIPACHADI'S വിനോദം. Share the taste, share the happiness. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കേക്ക് പോപ്സിൻ്റെ വീഡിയോ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കേക്ക് പോപ്സ് വീട്ടിൽ റെഡിയാക്കി എടുക്കാം നോക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കുട്ടികൾക്ക് നമ്മൾ ചെറിയൊരു ഹെൽപ്പ് കൊടുത്താൽ മതി, അവർക്ക് തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പോപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കേക്കിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് വെനില ഫ്ലേവറിൻ്റെ കേക്കിൻ്റെ പീസാണ്. അപ്പോൾ വെനില തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഏത് കേക്ക് ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാം. കേക്ക് ഇല്ലെങ്കിൽ നമുക്കതിന് പകരം ബിസ്ക്കറ്റും ഉപയോഗിക്കാം. ബിസ്ക്കറ്റ് വെച്ചിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്കാണെങ്കിലും ബിസ്ക്കറ്റാണെങ്കിലും നല്ല പോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. കേക്ക് ആയതുകൊണ്ട് ഞാനിപ്പം കൈ കൊണ്ട് പൊടിച്ചെടുക്കുകയാണ്. ബിസ്ക്കറ്റാണെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കേക്ക് നന്നായി പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡിന് കൃത്യമായിട്ട് അളവ് പറയുന്നില്ല, കാരണം നമുക്കിത് കുഴച്ച് ഒരു ബോൾ പരുവത്തിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണ്ടുന്ന മിൽക്ക് മെയ്ഡാണ് വേണ്ടത്. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം, പാകത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയിട്ട് കൈവെള്ളയിലിട്ടിട്ടൊന്ന് ബോൾസാക്കി എടുക്കാം. അപ്പോൾ കൈക്ക് കുറച്ച് ബട്ടർ തടയി കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മാവ്, നമ്മൾ കുഴച്ച് വെച്ച മാവ് മുഴുവൻ ഇതേപോലെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് മുഴുവനായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ഫ്രീസറിൽ വെക്കാം, ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു സ്റ്റിക്ക് പോലെ കുത്തി കൊടുക്കാം. അപ്പം നമ്മളിപ്പം തന്നെ സ്റ്റിക്ക് കുത്തുമ്പം ചിലപ്പം ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് സെറ്റായി വരുന്നത് വരെ നമുക്കൊന്ന് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കുന്ന പോപ്സ് ഇതില്ലേ, എന്താണ് ലോലിപോപ്പിൻ്റെ സ്റ്റിക്കോ അങ്ങനെ എന്താണെങ്കിലും ഒന്ന് ഇതിൻ്റെ മുകളിൽ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിലിടക്ക് ഇതൊന്ന് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കട്ടെ. മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മുടെ ടൂത്ത് പിക്കാണ് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഇതേപോലെ കുത്തി കൊടുത്തതിന് ശേഷം നമ്മളിനി ഇത് ചോക്ലേറ്റ് സിറപ്പിൽ മുക്കി, ചോക്ലേറ്റ് സിറപ്പെല്ലാം ചോക്ലേറ്റ് ഗനാഷ് ചെയ്ത് അതിലെടുത്തിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ ചോക്ലേറ്റ് എങ്ങനെയാണ് ഗനാഷ് ആക്കുന്നതെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ മുന്നേ ചെയ്ത നമ്മളെ ഡോനറ്റിൻ്റെ വീഡിയോയിലും അതുപോലെ തന്നെ കുറച്ച് ആഴ്ച മുന്നേ ചെയ്ത ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ഡ്രിപ്പ് ചോക്ലേറ്റ് കേക്ക് അതിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീണ്ടും അത് കാണിച്ച് ടൈം കൂട്ടുന്നില്ല. അപ്പോൾ അതുപോലെ ചെയ്തെടുത്ത ചോക്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ ഇതേപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. അഥവാ ഡിപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മളെ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതൊന്ന് 2 മിനിറ്റ് നമ്മളെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയോ വേണ്ടു. അപ്പോൾ തന്നെ ഇത് ഡ്രൈ ആയിക്കോളും, കാരണം ഓൾറെഡി നമ്മുടെ കേക്ക് ബോൾ നല്ല തണുത്തിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ മുകളിന് സ്പ്രിങ്കിൾസ് കൂടി ഇട്ട് കൊടുത്താൽ മതി.
അങ്ങനെ ഓരോന്നും ഓരോളെ ഇതിനനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സ്പ്രിങ്കിൾസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഡ്രൈ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇതൊന്നും ഇല്ലെങ്കിലും കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ നമ്മളിപ്പം ഫോട്ടോ എടുക്കുമ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി അട്രാക്ഷൻ ഇതേപോലെ സ്പ്രിങ്കിൾസൊക്കെ ഇടുമ്പോഴായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം കുട്ടികളെയൊക്കെ കൂട്ടി ഉണ്ടാക്കുമ്പം അവർക്കും ഒരു സന്തോഷമാണ്. വെക്കേഷനൊക്കെ അല്ലേ, സമ്മർ വെക്കേഷനൊക്കെ അല്ലേ, ഇവിടെ ഇപ്പം സമ്മർ വെക്കേഷനല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കിപ്പോൾ ഒരു രസമാണ് എന്നും ഒരേ സാധനം ഉണ്ടാക്കുന്നതിൽ നിന്നും ചേഞ്ചായിട്ട്. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് കേക്ക് നമുക്ക് വേണമെന്നില്ല. ഞാൻ പറഞ്ഞു ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പം കേക്ക് ഉണ്ടാക്കുമ്പം ഒരു ലെയറൊക്കെ ഇതിനായിട്ടൊന്ന് മാറ്റി വെച്ചാൽ കുറച്ച് ഇതേപോലെ ആക്കിയെടുക്കാം. നമ്മൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പം കുട്ടികൾക്കൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പം അവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഗനാഷ് ഡ്രൈ ആയി കിട്ടുന്നതായി തോന്നുന്നില്ലെങ്കിൽ, ഒരു 5 മിനിറ്റ് കൊണ്ടൊന്നും ഡ്രൈ ആയി കിട്ടുന്നില്ലെങ്കിൽ അതൊന്ന് ഒരു 5 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. അപ്പോൾ നമ്മൾ ബോക്സ് മുഴുവനായിട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ അവരെ ഒന്ന് എൻഗേജ്ഡ് ആക്കാൻ നല്ലതാണ് ഈ പരിപാടി. ഈസി ആയിട്ട് നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം. കാരണം ഗനാശൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്താൽ മതി. കുഴക്കലും ഉരുട്ടക്കലൊക്കെ അവർ ചെയ്തോളും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ. Share the taste, share the happiness. Thanks for watching.